അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണല്ലോ നമ്മുടെ സമ്പത്ത് എന്നുള്ളത്. സാമ്പത്തികമായി ഒരു മുസ്ലിം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഇസ്ലാം വളരെ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്നും പണം കടമെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവിടെയെല്ലാം തന്നെ ഇസ്ലാം നിഷ്കർഷിക്കുന്നത് ആ കട സംബന്ധമായ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങളിൽ പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഒരാൾക്ക് കടം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് വലിയൊരു സഹായം തന്നെയാണ്. അത് സമയത്തിന് തന്നുവിട്ടാൻ സാധ്യമല്ലെങ്കിൽ ആ സഹോദരന് ഇളവ് ചെയ്തു കൊടുക്കുക, സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് തന്നെ ആയത്തുദ്ദൈൻ, കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉള്ളതാണല്ലോ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദൈൻ എന്ന് തുടങ്ങുന്ന ദുആ. അതായത് കടബാധ്യത കീഴടക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നിൽ രക്ഷ തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് കടം വാങ്ങാം, പക്ഷേ അത് സമയത്തിന് തന്നെ കൊടുത്തുവിട്ടാൻ പരമാവധി ശ്രദ്ധിക്കുക തന്നെ വേണം. കടം തന്ന ആൾക്ക് ഒരു പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടായിക്കൂടാ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ കടബാധ്യത കീഴടക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഇടപാടുകളില്ലാതെ മുന്നോട്ട് പോകാൻ പലപ്പോഴും സാധിച്ചു കൊള്ളണമെന്നില്ല. പലപ്പോഴും കടം വാങ്ങേണ്ടി വരുന്നു. എന്നാൽ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കുകളിൽ നിന്നൊക്കെ തന്നെ ഭീമമായ തുക ലോൺ എടുത്തുകൊണ്ട് അതിന് ഇരട്ടിയായി പലിശ നൽകുന്ന അവസ്ഥ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കാണാറുണ്ട്. നല്ലൊരു വീട് നിർമ്മിക്കാനാണ്, അതുപോലെ തന്നെ നല്ല വാഹനം വാങ്ങാൻ, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ എനിക്ക് പൂർത്തിയാക്കാൻ വേണ്ടി അത് ചെയ്യേണ്ടി വന്നു, ലോൺ എടുക്കേണ്ടി വന്നു, പലിശ നൽകേണ്ടി വന്നു എന്നൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് പല ആളുകളും നൽകുക. എന്നാൽ വിശ്വാസികളെ, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരലോകത്ത് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന സംഗതിയാണ് പലിശ എന്നുള്ളത്. അതിലേക്ക് നമ്മൾ പോയിക്കൂടാ. കച്ചവടത്തെ ഇസ്ലാം അനുവദിച്ചു, പലിശയെ നിഷിദ്ധമാക്കി. എന്നാൽ കടം നൽകുക എന്നുള്ളത് വളരെ പുണ്യമുള്ള സംഗതിയുമാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന സാമ്പത്തികമായ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ ധാരാളം ഇരട്ടിപ്പിച്ചു തരും, നേട്ടങ്ങൾ നൽകും. അതുപോലെ തന്നെ അതിലുപരി നാളെ പരലോകത്ത് ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസും പ്രദാനം ചെയ്യും. അങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ.